നിങ്ങൾ ഈ കാണുന്ന സ്നേക്ക് ആപ്പിൾ തിന്നുന്ന ഗെയിം ഞാനൊരൊറ്റ പ്രോംപ്റ്റ് കൊണ്ട് ഓപ്പൺ O3 മിനി എന്ന പുതിയ മോഡലിൽ ജനറേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ DeepSeek R1 ജനറേറ്റ് ചെയ്തതാണ്. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു അനിമേഷൻ, അപ്പം AI ഇത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ 250 ലൈൻസ് ഓഫ് കോഡ് ഒരു തെറ്റുമില്ലാതെ നേരെ തരാൻ പറ്റുന്ന രീതിയിലോട്ട് AIയുടെ റീസണിങ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ കോഡിങ് കേപ്പബിലിറ്റി മാറിയിട്ടുണ്ട്. AIക്ക് ഇത്രയും റീസണിങ് കേപ്പബിലിറ്റി എത്തിയ സ്ഥിതിക്ക് ഇനി പ്രോഗ്രാമിങ്ങിൻ്റെ ഭാവി എന്താണ്, അതുപോലെ തന്നെ ഈ പുതിയ രണ്ട് മോഡൽസും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യുന്നു, ആരാണ് ഇതിൽ വിന്നറായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, അങ്ങനെ ഇനി പ്രോഗ്രാമേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് AI റീപ്ലേസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദി ചാനൽ. OpenAI പുതുതായിട്ട് ഇറക്കിയ മോഡലാണ് O3. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ DeepSeek ഇറക്കിയ മോഡലാണ് DeepSeek R1. DeepSeekൻ്റെ റീസണിങ് മോഡൽ. O3 മിനി എന്ന് പറഞ്ഞാൽ OpenAIൻ്റെ റീസണിങ് മോഡലാണ്. സോ ഇവരെങ്ങനെ കമ്പയർ ചെയ്യുന്നവർക്ക് ആർക്കാണ് കൂടുതൽ പെർഫോമൻസ്, ആർക്കാണ് കൂടുതൽ റീസണിങ് കേപ്പബിലിറ്റി എന്ന് നോക്കാം. സോ ഇത് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസ് ലാസ്റ്റ് എക്സാം, അതായത് ഈ ഒരു എക്സാം പാസ്സായാൽ, ഇതൊരു 3000 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമാണ്. ഈ ഒരു എക്സാം പാസ്സായാൽ AGI, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, അതായത് ഹ്യൂമന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പ്രോബ്ലവും AIക്കും സോൾവ് ചെയ്യാവുന്ന ഒരു ലെവലിലോട്ട് AI എത്തിയെന്ന് നമുക്ക് പറയാം. സോ ഇതിലെ ക്വസ്റ്റ്യൻസ്, ഇതിലൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ മാത്സിലെ വളരെ അബ്സ്ട്രാക്ട് മാത്തമെറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ വളരെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ലൈഫ് സയൻസ്, അതുപോലെ എല്ലാ ടോപ്പിക്കുകളിലുള്ള എക്സാംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് സ്കോർ വരുന്നത്. അതായത് GPT-4 ഇതിൽ 3% മാത്രമേ ഉള്ളായിരുന്നു. O1 വന്നപ്പോൾ 9% ആയി. DeepSeek അതിനെ വെട്ടിച്ച് 9.4, പക്ഷേ O3 മിനി ഇപ്പോൾ 13% ആയി. ഇതൊരു നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം ഈ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. ഇത്രയും ഡിഫിക്കൽട്ടായ എക്സാംസിൽ പോലും ഇതിന് 13% സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇനി മുന്നോട്ട് പോകുന്നതോറും ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരിക തന്നെ ചെയ്യും. സോ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അനിമേഷൻസ്, അതായത് സ്നേക്ക് ആപ്പിൾ നിന്ന് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ മറ്റ് അനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കോഡ് ജനറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ O3 മിനി വളരെ ഫാസ്റ്റാണ്. പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് കോഡ് തരും. പക്ഷേ അത് ലിമിറ്റഡ് ഫ്രീ ആണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഒരാൾക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ട്. ഇത്ര ടോക്കൺസ് എന്ന് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ ആവാം. പക്ഷെ R1 സ്ലോ ആണ്. ഒരുപാട് സമയം ചിന്തിക്കും, കോഡ് ജനറേറ്റ് ചെയ്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ, ഫുൾ ടൈം ഫ്രീ ആണ്. R1 സൈബർ അറ്റാക്ക് ഉള്ളത് കൊണ്ടാണോ അറിയില്ല, അതോ ഇനി അവരുടെ സെർവർ ഓവർലോഡ് ആയതുകൊണ്ടാണ് അവരുടെ API ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ O3 മിനിയുടെ API അവൈലബിൾ ആണ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 2024 Gmain ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു. ഏകദേശം നല്ല ശതമാനം ക്വസ്റ്റ്യൻസും ഇതിന് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ആൻഡിൻ്റെ മൂവ്മെൻറ്റ് പൊസിഷൻ ഇക്വേഷൻ തന്നിട്ട് വെലോസിറ്റി ഒരു സ്പെസിഫിക് ടൈമിൽ റിട്ടേൺ ചെയ്യുന്നൊരു ഇതാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ ഏതൊരു ലെവൽ വരെ ഇതിൻ്റെ റീസണിങ് കേപ്പബിലിറ്റി എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ എനിക്ക് എടുത്തത് 35 റുപ്പീസ്, അതായത് $0.50 മാത്രമാണ് കോസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ ആ ആൻഡിൻ്റെ പൊസിഷൻ ഇക്വേഷൻ തന്നു, എന്നൊരു വെലോസിറ്റി കണ്ടെത്താൻ പറ്റും. അതിന് കോഡ് യൂസ് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അനിമേഷനും ജനറേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഒരു റീസണിങ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ റീസണിങ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അതിന് വേണ്ട അനിമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് വരെ ഇപ്പോഴത്തെ AI സൊല്യൂഷൻസ് കേപ്പബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ് ഇറ്റ് ദ എൻഡ് ഓഫ് പ്രോഗ്രാമിങ്. അപ്പോൾ ചില കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്ക് ജോബ് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പക്ഷെ അവരാരാണെന്ന് വെച്ചാൽ അവരവരുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അതായത് ഞാൻ പറഞ്ഞ AI എല്ലാവരും പഠിക്കണമെന്നില്ല. നിങ്ങളൊരു സ്പെസിഫിക് ലാംഗ്വേജിൽ, ലെറ്റ്സ് ജാവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഡൊമൈനിൽ നിങ്ങൾ എക്സ്പേർട്ടാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലാംഗ്വേജിൽ നിങ്ങൾ എക്സ്പേർട്ടാൻ ശ്രമിക്കുന്നതാണെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ChatGPT തരുന്ന കോഡിന് അതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലോട്ട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ നോളജിൽ എക്സ്പെർട്ടീസ് വേണം. ആ എക്സ്പെർട്ടീസ് നിങ്ങളില്ല. നിങ്ങൾ ചുമ്മാ ChatGPT തരുന്ന കോഡ് എടുത്ത് റൺ ചെയ്ത് ആ റിസൾട്ട് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ ഇവഞ്ച്വലി നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അതായത് GPT എന്ന് വെച്ചാൽ കോഡ് എടുത്ത് ബിൽഡ് ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ സ്നിപ്പ്, നിങ്ങൾ ഓരോ സൊല്യൂഷന് വേണ്ട, ഓരോ സൊല്യൂഷൻസ് വേണ്ട കോഡ് എടുത്ത് നിങ്ങൾ അത് പ്ലഗ് ഇൻ ചെയ്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അതല്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കോഡും GPT വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും GPT, നിങ്ങൾ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യാത്ത രീതിയിലോട്ടാണ് നിങ്ങളുടെ ജോബ് പോകുന്നത്. നിങ്ങൾ സ്കില്ലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്.
ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ AI കുറിച്ച് ഒരുപാട് കൺസേൺസ് പറയുന്നത് AI ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലുള്ള ഒരു ടൂളാണ്, അതുപോലെ AI ജോലി നഷ്ടം ഉണ്ടാക്കും. പക്ഷെ ഇതൊന്നും അല്ലാതെ വേറൊരു ഡേഞ്ചർ AIക്ക് ഉണ്ട്, AIൻ്റെ ജയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.